നമസ്തേ. തത്വവാർത്തയിലേക്ക് സ്വാഗതം. ജയപ്രസാദ് സർ, നമസ്തേ. നമസ്തേ. സർ, സീസ് ഫയർ, ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നതിന് സീസ് ഫയറിന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് ടോക്സിന് വേണ്ടിയിട്ട് JD വാൻസ് വന്നു. ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകളൊക്കെ നടന്നു, പക്ഷെ അത് ഒരു ഫലം കണ്ടില്ല. JD വാൻസ് തിരിച്ചുപോയി. പക്ഷെ ഞാൻ പറയാണ് സർ, അത് ഈ ഒരു വാർ, ഇറാനും ഇസ്രയേലുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. വളരെ 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 മുമ്പ് ഉള്ളതാണ്. ഒരു കാലത്ത് അവർ വലിയ കൂട്ടുകാരുമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ഇറാൻ ഇസ്രയേൽ സംഘർഷം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു യുദ്ധത്തിന്റെ തലത്തിൽ നിന്ന് കാണേണ്ടതില്ല. ഇതില് ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ സംഘർഷത്തിന്റെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ പശ്ചിമേഷ്യയിലെ ജൂത മുസ്ലിം സംഘർഷത്തിന് ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോഴും, പക്ഷെ അതിൽ നിന്ന് അത് മാറിയിട്ട് പിന്നീട് 1898 സിയോണിസ്റ്റ് മൂവ്മെന്റ് തുടങ്ങുകയും ഇന്നത്തെ ഇസ്രയേൽ അടങ്ങുന്ന പാലസ്തീൻ മേഖലയിലേക്ക് ലോകം മുഴുവനും ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒറിജിൻ പ്ലേസ് ആയിരുന്നു. അവിടെ നിന്ന് അവര് അഭയാർത്ഥികളായി മറ്റു സ്ഥലങ്ങളിൽ പോയവർ തിരിച്ച് അവിടെ വന്ന് ഒരു രാജ്യം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുന്നതാണ് നമ്മൾ ഈ സിയോണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് 1920കളിൽ തന്നെ വളരെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. 1898 തുടങ്ങി ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോഴത്തേക്കും ഒരു ജൂത രാഷ്ട്രം വേണമെന്ന്, അതും ഈ ഇന്നത്തെ പാലസ്തീനിൽ വേണമെന്നുള്ളൊരു ഡിമാൻഡ് ശക്തമായിട്ട് വന്നിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ഇന്നത്തെ പാലസ്തീൻ ബ്രിട്ടീഷുകാരുടെ മാൻഡേറ്റ് ടെറിട്ടറി ആയിരുന്നു. അത് ലീഗ് ഓഫ് നേഷൻസിന്റെ കീഴിൽ വരുമ്പോൾ അപ്പം ബ്രിട്ടന്റെ ആധിപത്യമുള്ള പ്രദേശമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ജൂതന്മാര് അവിടെ കുടിയേറാൻ തുടങ്ങുകയും പിന്നീട് ഹിറ്റ്ലർ വ്യാപകമായി ഹോളോകോസ്റ്റിലൂടെ ലക്ഷക്കണക്കിന് 60ലധികം ജൂതനെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഒരുപാട് ജൂതന്മാർ കൂടുതലായിട്ട് വരികയും ജൂതരാഷ്ട്രം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് നേടിയെടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് ലോക സമൂഹവും അംഗീകരിക്കേണ്ടായി. ജൂതർക്കൊരു രാജ്യം വേണം. അപ്പൊ എവിടെ എന്നുള്ള വിഷയത്തിലാണ് തർക്കമുണ്ടായത്. അങ്ങനെയാണ് അവസാനം 1947 ഐക്യരാഷ്ട്ര സംഘടന നവംബർ മാസത്തില് ഐക്യരാഷ്ട്ര സംഘടന പാലസ്തീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള, അതായത് ആരബിന് ഭൂരിപക്ഷമുള്ള പാലസ്തീനും ജൂതർക്ക് മേൽക്കൈമയുള്ള ഇസ്രയേലും രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. അത് ടു നാഷൻ തിയറി. അതിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മൂന്നാമതൊരു പാർട്ട് ജെറുസലേമിനെ ഒരു അന്താരാഷ്ട്ര തലത്തിലൊരു മോണിറ്ററിംഗ് ഏജൻസി നയിക്കുന്നത്. അതായത് ജെറുസലേം മുസ്ലിം ക്രിസ്ത്യൻ ജൂത വിഭാഗങ്ങളുടെ പുണ്യ കേന്ദ്രമായതുകൊണ്ട്, ഒരു പുണ്യ നഗരമായതുകൊണ്ട് അങ്ങനെ നിലനിർത്തിയാണ് അത് വന്നത്. പക്ഷെ അന്നത്തെ അറബി ലോകം അത് അംഗീകരിച്ചില്ല, അറബ് വേൾഡ്. അങ്ങനെ 1948 ഇസ്രയേലിൽ നിലവിൽ വന്ന ദിവസം തന്നെ സംയുക്ത അറബി സേന ഇസ്രയേലുമായിട്ട് യുദ്ധവും പ്രഖ്യാപിച്ചു. അപ്പൊ ആ യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിക്കേണ്ടായി. അല്ല, അന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ പിന്തുണ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും 1953, 54, 55 ആ കാലഘട്ടത്തിൽ 56 വേണ്ട ഒരു കാലഘട്ടത്തിൽ വീണ്ടും സംഘർഷം വരികയും സുയസ് ക്രൈസിസ് എന്ന് പറഞ്ഞ ആ സമയത്ത് ഇസ്രയേലും ഈജിപ്തും തമ്മിൽ സംഘർഷം ഉണ്ടായി. അപ്പൊ ആദ്യത്തെ യുദ്ധത്തില് പ്രധാനമായിട്ടും ഈജിപ്തും ജോർഡാനും സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് മുന്നിൽ നിന്നത്. അപ്പൊ രണ്ടാമത്തെ സംഘർഷത്തിലും സുയസ് ക്രൈസിസ് വന്നപ്പോഴും പിന്നീട് 1967 അറബ് ഇസ്രയേൽ വാറിലും 1973 അറബ് ഇസ്രയേൽ വാറിലും എല്ലാത്തിലും മുന്നിൽ നിന്ന് ഈജിപ്റ്റ് ആയിരുന്നു. ഈജിപ്തും ജോർഡാനുമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൽ ചേരുക അല്ല, അവര് ഇസ്രയേലിനെ അംഗീകരിച്ചു. അപ്പൊ അന്ന് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ മറ്റു രാജ്യങ്ങള് അംഗീകരിക്കുന്ന ഒരു പ്രക്രിയ, അതായത് നയതന്ത്ര ബന്ധം തുടങ്ങണമെങ്കിൽ അംഗീകരിക്കണം. അപ്പൊ ഇന്നും 57 ഇസ്ലാമിക രാജ്യങ്ങളിൽ 48ഓളം രാജ്യങ്ങള് ഇസ്രയേലിനെ അംഗീകരിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രയേലും അറബ് വേൾഡും തമ്മിൽ പരസ്പരം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകാത്തതാണ്. മാത്രമല്ല, ഈ രാജ്യങ്ങൾക്ക് 48ലധികം രാജ്യങ്ങൾക്ക് നയതന്ത്ര ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ ഇന്ന് 6 ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധമുള്ളൂ. മറ്റു ചില രാജ്യങ്ങള് നയതന്ത്ര ബന്ധത്തിലേക്ക് അടുത്ത് വന്നെങ്കിലും അത് പിന്നീട് വിജയിക്കാതെ പോയി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 50ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു തരത്തിലുമുള്ള നയതന്ത്ര ബന്ധം ഇസ്രയേലുമായിട്ട് നിലവിലില്ല.
ഇതാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം. അത് ശരി. അപ്പം പല സമയത്തും ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ അറബി ലോകം ഒന്നിച്ചല്ല നിൽക്കുന്നത്. പക്ഷേ അവര് ഒരുതരം നിസ്സംഗത പാലിക്കുകയോ എന്നാൽ ഇത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോ 73 ആരബ് ഇസ്രായേൽ വാറിൽ വളരെ ദയനീയമായ രീതിയിൽ ഈജിപ്റ്റ് പരാജയപ്പെടുകയാണ്. അപ്പൊ അതിന് സമാന്തരമായിട്ട് തന്നെ ഈജിപ്തിന്റെ കൈവശം വരുന്ന പ്രദേശങ്ങളും ജോർഡാന്റെ കൈവശം വരുന്ന പാലസ്തീൻ പ്രദേശങ്ങളും ഒക്കെ തന്നെ ഇസ്രയേൽ പിടിച്ചെടുക്കുകയുണ്ടായി. 67 ശേഷം ഇസ്രയേലിന്റെ അധിനിവേശത്തിലായി. അതിൽ ഒരുപാട് കുടിയേറ്റമൊക്കെ ഇതിനിടയിൽ നടക്കുകയുണ്ടായി. പക്ഷെ ആ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ നേതൃത്വത്തിൽ 1978-79 കാലഘട്ടത്തിൽ ഒരു സമാധാന കരാറിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റ് 79 അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റ് പ്രകാരം ഈജിപ്റ്റ് ഇസ്രയേലിനെ അംഗീകരിക്കുകയും നയതന്ത്ര ബന്ധം തുടങ്ങാൻ തീരുമാനിക്കുകയും സംഘർഷങ്ങളെ സമാധാന രീതിയിൽ കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഈ ഇസ്രയേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളെ ഈജിപ്തിന് തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതൊരു ശാശ്വത സമാധാനത്തിൻ്റെതായ തലത്തിലേക്ക് നീങ്ങി. ആരും ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഞാനന്നൊരു പൊളിറ്റിക്കൽ സയൻസ് BA വിദ്യാർത്ഥിയാണ്. അപ്പം നമ്മൾ കാണുന്ന ആ വർഷത്തെ നോബൽ സമ്മാനം, സമാധാനത്തിന്റെ നോബൽ സമ്മാനം അന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ സാദത്തിനും ഇസ്രയേലിന്റെ പ്രസിഡന്റ് അന്നത്തെ മീനച്ചൽ ബഗൻ അദ്ദേഹത്തിന് ആയിട്ട് കൊടുക്കുകയുണ്ടായി. പിന്നീട് 80-ൽ പക്ഷേ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് തീവ്രവാദികളാൽ കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ ഇവിടെ ക്യാമ്പ് ഡേവിഡ് കരാർ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും PLO ഉൾപ്പെടെയുള്ള പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ അറാഫത്തിന്റെ കീഴിൽ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും അവർ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ പോയി. അപ്പോൾ ഫലത്തില് ഈ ക്യാമ്പ് ഡേവിഡിന്റെ സമാധാനം അറബ് ലോകത്തുണ്ടായില്ല. ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ മെച്ചപ്പെട്ട മാത്രമേ. അപ്പൊ പിന്നീട് അത് വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെയാണ് 90-കളിൽ വന്ന ഓസ്ലോ പീസ് കരാർ എന്നുള്ള ഓസ്ലോ പീസ് എഗ്രിമെന്റ് 1994 അന്ന് ക്ലിന്റൺ ആയിരുന്നു പ്രസിഡന്റ് അമേരിക്ക. അങ്ങനെ ഓസ്ലോ കരാർ പ്രകാരം ക്യാമ്പ് ഡേവിഡ് കരാർ പോലെ തന്നെ PLO പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ അറഫത്തിന്റെ കീഴിൽ ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം പക്ഷെ ആ കാലഘട്ടത്തിൽ വീണ്ടും ഈ അറബി ലോകം ഡിവൈഡഡ് ആയിരുന്നു. അപ്പോൾ ഇതില് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പോലെ ഈ ഗാസ മേഖലയിൽ കൂടുതൽ പ്രവർത്തനം ഉണ്ടായിരുന്ന ഹമാസ്, അത് ഇറാൻ പിന്തുണയ്ക്കുന്ന ഒരു ഏജൻസി പ്രോക്സിയാണ് ഇതൊക്കെ. അപ്പൊ അവരതിനെ ശക്തമായിട്ട് എതിർത്തു. അപ്പം ഈ കരാർ പ്രകാരം ഓസ്ലോ കരാർ പ്രകാരം വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വതന്ത്ര പാലസ്തീൻ രാജ്യം രൂപം കൂടുന്നതിന് വേണ്ടിയുള്ള ഫസ്റ്റ് നടപടി എന്ന തരത്തിൽ ഒരു സ്വയംഭരണ സർക്കാർ അവിടെ രൂപം കൊണ്ടു വെസ്റ്റ് ബാങ്കിൽ. അതില് വെസ്റ്റ് ബാങ്കിലും ഗാസയും ചേർന്നുള്ള ഗവൺമെന്റ് രൂപീകരിച്ചു. പിന്നീട് 2007 തെരഞ്ഞെടുപ്പിൽ ഈ ഗാസയിൽ ഹമാസിന്റെ ആൾക്കാർ അധികാരം കൈയടക്കുകയുണ്ടായി. അങ്ങനെ ആ പാലസ്തീൻ അതോറിറ്റി 2 കക്ഷികളായിട്ട് ഡിവൈഡ് ചെയ്തു. രണ്ട് ഓപ്പോസിറ്റ് ഇതായിട്ട് 2 കാഴ്ചപ്പാടിൽ. അപ്പൊ ഇസ്രയേലിനെ അംഗീകരിച്ചിട്ടുള്ള വെസ്റ്റ് ബാങ്കും PLOയുടെ പിന്നീടുള്ള അവരുടെ സർക്കാരും ഗാസയില് പിന്നീട് ഇതിനെ എതിർക്കുന്ന ഗവൺമെന്റ് വന്നു. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പം അതും പരാജയപ്പെടുകയുണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നത് ഈ നിരന്തരമായിട്ട് ഹമാസിന്റെ ഇതിന് സമാന്തരമായിട്ട് ലെബനൻ ബേസ് ചെയ്തിട്ടുള്ള ഹെസ്ബുള്ള എന്ന് പറയുന്നത് അത് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഇറാന്റെ ഒരു പ്രോക്സിയാണ് ഹെസ്ബുള്ള. അപ്പൊ ഹൂതികള്, യമനിലെ ഹൂതികള്, അതുപോലെ ആണെന്നും പറയാം ഇസ്രയേലിനെതിരായിട്ടുള്ള ഇസ്രയേലിനെതിരായി അല്ലെങ്കിൽ ഇസ്രയേലിന് നിരന്തരം ആക്രമണം നടത്തുന്ന തീവ്രവാദ സംഘടനയാണ്. അവരുടെ പ്രധാന ലക്ഷ്യം ഇസ്രയേലാണ്. ഇറാന്റെ താല്പര്യമാണ് അവർ മാനിക്കുന്നത്. അവർക്ക് ഫണ്ട് കൊടുക്കുന്നതും ആയുധം കൊടുക്കുന്നതും ഇറാൻ തന്നെയാണ്. അങ്ങനെ നിരന്തര സംഘർഷം ഉണ്ടാകുകയും ഇസ്രയേലും ലെബനൻ തമ്മിൽ 2006 അങ്ങനെ നിരവധി സംഘർഷങ്ങൾ ഉണ്ടാകുകയുണ്ടായി. പിന്നീട് 2019 ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് അബ്രഹാം അക്കോർഡ് എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ അത് പ്രകാരം 2019 UAE, ബഹ്റിൻ, മൊറാക്കോ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും അതിൽ ഒപ്പുവെക്കുകയും അങ്ങനെ ഈജിപ്തിന്റെ വഴിയിൽ തന്നെ ഇസ്രയേലിനെ അംഗീകരിക്കുകയും ഒപ്പം നയതന്ത്ര ബന്ധം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഒരു സമാധാനത്തിന്റെ പതിലേക്ക് വരും. അപ്പൊ ഇതിനിടയിൽ രഹസ്യമായിട്ടാണെങ്കിലും സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി ഇൻഫോർമലായിട്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് വരുന്ന കാലഘട്ടത്തിലാണ് 2023 ഒക്ടോബർ 7 ഇസ്രയേലില്
2300-ഓളം പേര് കൊല്ലപ്പെടുന്ന വലിയ ഹമാസിന്റെ തീവ്രവാദ ആക്രമണം തുടങ്ങുന്നതും തുടർന്ന് ഇസ്രയേല് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. ആ യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്, ഈ അവസാനത്തെ യുദ്ധം നടക്കുന്നത്. അപ്പോ ഇവിടെ നമ്മള് ഒരു ലോക സമൂഹത്തിന്റെ മുന്നിലുള്ള ഒരു വിഷയം, ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അത് പാലസ്തീനിലെ ദ്വിരാഷ്ട്രം എന്നുള്ള കോൺസെപ്റ്റ്. അതില് പാലസ്തീന്റെ രാജ്യവും ഉണ്ടാകണം, ഇസ്രയേലും ഉണ്ടാകണം. അപ്പൊ ആ ഒരു ഒത്തുതീർപ്പിലേക്ക് വരാൻ ആ സ്പിരിറ്റിലാണ് ക്യാമ്പ് ഡേവിഡും ഓസ്ലോ കരാറും ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ, 48-50 ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രയേലിനെ നയതന്ത്രപരമായി ഇന്നും അംഗീകരിച്ചിട്ടില്ല. അതാണ് ഈ മേഖലയിലെ പ്രധാന പ്രശ്നം. അപ്പം ഇസ്രയേൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇറാന്റെ IRGC നേതൃത്വം, അല്ലെങ്കിൽ അവരുടെ ഈ റവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വം, അവര് ഇസ്രയേൽ എന്ന രാജ്യം ഈ പാലസ്തീൻ പ്രദേശത്ത് പാടില്ല, അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോകണം എന്നുള്ള ഒരു പ്രായോഗികമല്ലാത്ത ഒരു ഡിമാൻഡാണ് വയ്ക്കുന്നത്. മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു നിലപാടും എടുക്കാതെ, എന്നാൽ ഇസ്രയേലുമായിട്ട് ഡയറക്റ്റ് റിലേഷൻസും ഇല്ലാതെ പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അറബി ലോകത്തിന് ഈ വിഷയത്തെ സമാധാനപരമായി ഒത്തീർപ്പാക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അറബി ലോകത്ത് നിന്നും വരുന്നില്ല. അപ്പം നിരന്തരം ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇറാന്റെ ഞാൻ ചോദിക്കാൻ പറഞ്ഞത്, ഇറാനായിട്ട് എന്തിനാണ് ഇപ്പൊ ഒരു കൊമ്പുകോർക്കൽ ഇസ്രായേലിന്? ഇതാണ് നമ്മൾ ഈ ചരിത്രം അറിയാതെ നമുക്ക് ഇന്നത്തെ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നമുക്ക് ശരിയായി അവലോകനം ചെയ്യാൻ പറ്റില്ല. അപ്പൊ 1979 ഫെബ്രുവരി മാസത്തിലാണ് ഇറാനിലെ അന്നത്തെ രാജഭരണത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ജനകീയ വിപ്ലവം, അതായത് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ആയത്തുള്ള ഖമേനിയുടെ ആദ്യ ഭരണകൂടം 79 നിലവിൽ വരുന്നു. അപ്പൊ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇന്നും, അപ്പൊ അവർക്ക് ഇസ്ലാമിക സ്റ്റേറ്റ് രൂപീകരിക്കുന്നത് തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് ഇസ്രയേൽ എന്നൊരു രാജ്യം. അത് അവർ ഇസ്രയേലിനെ അംഗീകരിച്ചിട്ടില്ല. ഇസ്രയേല് വിശേഷിച്ചും പാലസ്തീനിൽ അത്തരം ഒരു രാജ്യം പാടില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും അന്നു മുതൽ തന്നെ എല്ലാ തരത്തിലുള്ള ഈ അറബി ലോകവും ഇസ്രയേലും തമ്മിൽ സമാധാന ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിന് വിലങ്ങുതടിയായി ഇറാൻ അതിന് പാരയായി പ്രവർത്തിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അത് ഇറാൻ നേരിട്ടല്ല. അപ്പൊ ഇതിന് നമ്മൾ കാണുന്നത് പിന്നീട് ഇറാൻ ചില പ്രോക്സികളുമായിട്ട് ഇറാന്റെ പിന്തുണയില്ല. അതില് തീവ്രവാദ സംഘടനകൾക്ക് എല്ലാം അപ്പം തീവ്രവാദ സംഘടനകൾക്കുള്ള പിന്തുണ കൂടാതെ അപ്പം ഇസ്ലാമിക ലോകത്തിന് വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുകയുണ്ടായി. സമാന്തരമായിട്ട് 1979 ഡിസംബറിലാണ് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുക്കുന്നത് ഗവൺമെന്റ് വരുന്നത്. അതിന് ബദലായിട്ട് അമേരിക്ക സ്പോൺസർ ചെയ്തുകൊണ്ടാണ് നമ്മൾ താലിബാൻ അന്ന് വിമോചന പോരാളികളായിട്ട്, അങ്ങനെ ഈ ഇസ്ലാമിക ലോകത്ത് കൂടുതൽ തീവ്രവാദ സംഘടനകൾ വരികയും പിന്നീട് റഷ്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനെ മോചിപ്പിക്കാനാണ് താലിബാൻ രൂപം കൊള്ളുന്നത് അമേരിക്കൻ പിന്തുണയിൽ. അത് പിന്നീട് അൽഖയ്ദ പോലെയുള്ള മൂവ്മെന്റുകൾ വരുന്നു. അപ്പൊ ഇതില് ഇറാൻ പലതരത്തിലുള്ള റോൾ വഹിച്ചിട്ടുണ്ട്. സമാന്തരമായിട്ട് ഇറാൻ ലെബനനിൽ റബൽ ഗവൺമെന്റായിട്ട് ഭരിക്കുന്ന ഹൂതികളും പാലസ്തീനിലെ ഗാസയെ ബേസ് ചെയ്തിട്ടുള്ള ഹമാസും ലെബനനിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ മിലിഷ്യയായിട്ട് ഇത് ഹെസ്ബുള്ള, അത് മിലിഷ്യയാണ്. ഇവര് സിവിലിയൻ വേഷത്തിലായിരിക്കും, പക്ഷെ ഇവർ വർക്ക് ചെയ്യുന്നത് സിവിലിയൻസിന്റെ ഇടയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇസ്രയേലും ഹമാസും തമ്മിലും ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിലുള്ള തർക്കത്തിലുമൊക്കെ നിരപരാധികളും കുട്ടികളും അമ്മമാരും ഒക്കെയാണ് കൊല്ലപ്പെടുന്നത്. നമ്മൾ വളരെ കണ്ണീരോടെ കാണുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഹെസ്ബുള്ളയും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത്. അത് ചിലപ്പോൾ ആശുപത്രിയുടെ താഴെ ആയിരിക്കാം, സ്കൂളുകളുടെ താഴെ ആയിരിക്കാം, മറ്റ് പബ്ലിക് ബിൽഡിങ്ങിന്റെ ചേർന്നിട്ടായിരിക്കാം. അപ്പോഴേ ഇസ്രയേലിൽ പ്രത്യാക്രമണം നടക്കുമ്പോഴത്തേക്കും നിരപരാധികളാണ് കൊല്ലപ്പെടുക, മിലിഷ്യ അല്ല കൊല്ലപ്പെടുക. അപ്പൊ ആ തരത്തിലൊരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്തത്. അപ്പം അങ്ങനെ പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ട്, അതായത് സ്വതന്ത്രമായ ഒരു രാജ്യത്തിന്റെ സേനയല്ല അവര്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഹെസ്ബുള്ളയും ഹമാസും ഹൂതികളും അത് ഒരു പ്രധാന വിഷയമായി മാറി. ഇതിൽ തന്നെ മറ്റ് അറബി രാജ്യങ്ങൾ, ഇപ്പൊ GCC രാജ്യങ്ങൾ ആരും തന്നെ ഹൂതികളെ അംഗീകരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയുമായിട്ടും ഹമാസുമായിട്ടും നേരത്തെ ഖത്തർ മാത്രമാണ് ചില ബന്ധങ്ങൾ. മറ്റു രാജ്യങ്ങൾ, UAE പോലുള്ള രാജ്യങ്ങൾ അവർക്ക് ഒരു പിന്തുണയും കൊടുക്കുന്നില്ല. സൗദി അറേബ്യ പാലസ്തീൻ അഭയാർത്ഥികളെ ഈ രാജ്യങ്ങളാരും പാലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കില്ല.
പക്ഷേ മറ്റു തരത്തിലുള്ള സാമ്പത്തികമായ സപ്പോർട്ട് അവർ റീബിൽഡിംഗ് പ്രോസസ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറബി ലോകം ഒരു 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 ശരിയായ ഒരു തീരുമാനത്തിലേക്ക് വരുന്നതിന് നേതൃത്വമില്ല. ഇസ്രയേലും അറബി ലോകവും തമ്മിൽ സമാധാനം ഉണ്ടാകാതെ ഈ മേഖലയിൽ ശാശ്വത സമാധാനം ഉണ്ടാകില്ല.